കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെതിരെ ISLന്റെ ന്യൂ സീസണിലെ ഫസ്റ്റ് മാച്ചിൽ തന്നെ തോറ്റു. ആൻഡ് അതാരുടെ ഫാൾട്ടാ? അപ്പാരന്റ്ലി ദാറ്റ്സ് മൈ ഫോൾട്ട്. What did I do? ഞാൻ എന്ത് ചെയ്തിട്ടാ? What I do? Just go to the office. What I do? കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റ അതിന്റെ ഫാൾട്ട്, അൽ നാസർ തോറ്റ അതിന്റെ ഫാൾട്ട്, മെസ്സി വേൾഡ് കപ്പ് നേടിയത് വരെ ഇന്റെ ഫാൾട്ട്. ഞാൻ അറിയാതെ ഒരു വാച്ച് ലോങ് നടത്തിപ്പോയി. മാച്ചിൽ കളിച്ച നമ്മുടെ 10-15 പ്ലേയേഴ്സിന്റെ ഫാൾട്ട് അല്ല, സ്റ്റേഡിയത്തിലുള്ള 10-20,000 ആൾക്കാരുടെ ഫാൾട്ട് എല്ലാം എന്റെ വീട്ടിൽ ആം ചെയർ വാര്യറായിരിക്കണ ഇന്റെ മാത്രം ഫാൾട്ടാണ്. ആയിക്കോട്ടെ, AMD കേഴ്സ് ആണത്രേ. ഇതാ പറഞ്ഞത്, നമ്മൾ ലൈഫിൽ എന്ത് നല്ലത് ചെയ്തിട്ടും കാര്യമില്ല, നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മളെ പറ്റി മോശം പറയാനും ആൾക്കാരുണ്ടാവും. ആയിക്കോട്ടെ, എല്ലാരും എനിക്കെതിരാ. ഓൾവേസ് അഗെയിൻസ്റ്റ് മീ മാൻ. ഗൈസ്, വെൽക്കം ബാക്ക്. ന്യൂ സീസൺ, ന്യൂ ഹോപ്സ്, നോ ഹൈപ്പ് ഓൺലി ഹോപ്പ്. ഇങ്ങനെയുള്ള പല കോഡ്സും മൈൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് മാച്ച് കണ്ടത് എന്നുണ്ടെങ്കിലും അതിൽ വരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് ഈ ഒരു മാച്ച് കഴിഞ്ഞത്. ഓക്കെ, തോറ്റതൊക്കെ പോട്ടെ, പക്ഷേ ആ ഒരു കളി കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. മര്യാദക്ക് ഒരു 5 പാസ് ഇപ്പോഴും ചെയ്യാൻ വയ്യ. ഓക്കെ, കുറേ കാലമായി, ഏത് പുതിയ കോച്ച് വന്നിട്ടും കാര്യമില്ല, ഈ പ്ലേയേഴ്സ് മര്യാദക്ക് ഒരു 5 പാസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണില്ല. നിങ്ങൾ ആലോചിക്കണം, ന്യൂ കോച്ചിന് കീഴിലുള്ള ഫസ്റ്റ് ISL മാച്ചാണിത്, സ്വന്തം ഫാൻസിന് മുന്നിൽ. മാച്ച് തുടങ്ങി 10-15 മിനിറ്റ് ആയപ്പോഴേക്ക് ആള് കലിപ്പിലായി തുടങ്ങി, ഫുള്ള് ഫ്രസ്ട്രേറ്റഡ്. കാരണം അങ്ങനത്തെ ഊളക്കളിയാണ് നമ്മുടെ പ്ലേയേഴ്സ് കളിച്ചത്. ആകെ ഇച്ചിരിയെങ്കിലും ഒരു സമാധാനം, ഒരു പ്രതീക്ഷ ആൾക്ക് കിട്ടിയിട്ടുണ്ടാവുക ഹെസൂസ് ആ ഒരു ഈക്വലൈസിങ് ഗോൾ അടിച്ചപ്പോഴാണ്. അത് പിന്നെ അപ്പം തന്നെ പോയിട്ടോ. നമ്മുടെ സെലിബ്രേഷൻ കഴിഞ്ഞ് 1 മിനിറ്റ് തികഞ്ഞില്ല, അപ്പോത്തിന് ഒരു 2ാമത്തെ ഗോൾ അടിച്ച് നമ്മൾ തോറ്റു. മാച്ചിൽ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എക്സ്പെഷ്യലി നമ്മുടെ മിഡ്ഫീൽഡിന്റെ നോൺ എക്സിസ്റ്റന്റ് പെർഫോമൻസ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ന്യൂ ഫോറിൻ പ്ലെയർ, നമ്മൾ സെൻട്രൽ ഡിഫൻഡർ കളിക്കുന്ന എക്സ്പെക്ട് ചെയ്ത കൊയ്ഫിന്റെ പെർഫോമൻസ് ആയിരുന്നു. കണ്ടിട്ട് ദേഷ്യം വന്നു. നമുക്ക് സോഫാ സ്കോർ എടുത്തിട്ട് ആളുടെ സ്റ്റാറ്റ്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും. 90 മിനിറ്റ്സ് പ്ലേഡ്, 6.9 റേറ്റിംഗ്. He doesn't deserve that number. Okay, 69 ഒക്കെ അത്രക്കും നല്ല കളിക്കാർക്കുള്ളത്. ഒരു CDM ആയി കളിച്ചിട്ട് ആകെ 65 ടച്ചസ്, അതിൽ തന്നെ only 66% പാസിംഗ് അക്യൂറസി, 19 times പൊസഷൻ ലോസ്റ്റ്. ഒരു ഫോറിൻ പ്ലെയറും കൂടെയാണ് ഇത്, നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ആള് അത്ര കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ആളുടെ പാസിങ്ങിന് ഒരു മെന ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ആൾ ഗെയിമിൽ ഉണ്ടാക്കിയിട്ടില്ല. KBSക്ക് വേണ്ടിയിട്ടുള്ള ആളുടെ ആക്ച്വൽ ഫസ്റ്റ് മാച്ച് ആണിത്. അതൊക്കെ ശരിയാ, ഫാൻസിന് മുന്നിലുള്ള ഫസ്റ്റ് മാച്ച് ആണ്. പക്ഷേ അത്രക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വന്ന ഒരു പ്ലെയറുടെ ഭാഗത്തുനിന്ന് ഇതൊന്നുമല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അത് ഞാനുള്ള പോലെ തുറന്നു പറയാം. അതേസമയം നമ്മുടെ ചെക്കൻ വൈബിന് 45 മിനിറ്റേ കളിച്ചിട്ടുള്ളൂ. ആളുടെ പെർഫോമൻസ് നോക്കി, 84% പാസിംഗ് അക്യൂറസി ആൻഡ് ആ ലോങ് ബോൾസിന്റെ അക്യൂറസി നോക്കി, 8-ൽ 7 പക്ക. അതാണ് ചെക്കൻ. ആൾ എന്തോരം കോൺഫിഡന്റ് ആയിരുന്നു അറിയാം ബോളില്. വന്നതിന് ശേഷമാണ് മിഡ്ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ നടന്നത്. നോവയുടെ പെർഫോമൻസും കളിയുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഇംപ്രസീവ് ആയിരുന്നു എന്ന് തന്നെ പറയാം. കാരണം മിഡ്ഫീൽഡിൽ നിന്ന് പന്ത് കിട്ടിയാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആ പന്ത് കിട്ടലൊന്നുമില്ല, പക്ഷെ കിട്ടിയ സമയത്ത് ആൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഐഷോ രാഹുൽ സ്ട്രീം കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ ആളെ പറ്റി നല്ലത് ഇങ്ങനെ പറഞ്ഞിങ്ങനെ വരേനു. ആള് മാച്ച് തുടങ്ങിയ തൊട്ട് കോൺഫിഡന്റ് ആയി കളിക്കണ്ടേനു, സ്കിൽ മൂവ്സ് എടുക്കണ ഐഷോ പിന്നെ ഞാൻ കാണാൻ തുടങ്ങി. ഓക്കെ, ഞാൻ അങ്ങനെ ഹാപ്പി ആയി നിൽക്കേനു. അതിന്റെ ഇടയിൽ അവസാനം ഒരു കാര്യമില്ലാതെ നമ്മളെല്ലാരെയും ചടപ്പിച്ചു. കുറെ ആൾക്കാരുണ്ട് ആ പ്ലെയറെ ഫൗൾ ചെയ്തതെങ്കിലും നന്നായി എന്നൊക്കെ പറയണു. നോ, ഒരു കാര്യമില്ലാത്ത സ്ട്രെയിറ്റ് റെഡ് കാർഡിനുള്ള ഒരു സംഭവം അത്, യെല്ലോ മാത്രമേ കിട്ടിയതുള്ളൂ. എന്തൊക്കെയാണെങ്കിലും ആളുടെ പെർഫോമൻസ് വാസ് ഡീസെന്റ്. പക്ഷേ ആ ഒരു എന്താ പറയാ, ആങ്കർ മാനേജ്മെന്റ് ആൾക്ക് ഇച്ചിരി കൂടെ വേണം. പ്രായം കുറെ ആയില്ലേ. അതേപോലെ തന്നെ ലൂക്ക മാജിക്കൻ ആകെ 24 മിനിറ്റ് എന്തോ കളിച്ചിട്ടുള്ളൂ, 1 ഗോൾ 1 അസിസ്റ്റ്. ഊക്കി വിട്ട് ആളിറങ്ങി പെനാൾട്ടി സ്കോർ ചെയ്തു. ജയ്സ്യൂരി ഫാൻസിന്റെ മുന്നിൽ സെലിബ്രേറ്റ് ചെയ്തു. ഈക്വലൈസിംഗ് ഗോൾ വന്നതിന് ശേഷം ഫാൻസിന്റെ തെറി കേൾക്കുന്നു മനസ്സിലാക്കി ആള് അസിസ്റ്റ് കൊടുത്ത് ടീമിനെ ജയിപ്പിച്ച് കയറി പോന്ന്. ബൈ ഞാൻ ഈ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത് സോഫാ സ്കോർ എന്നുള്ള ഒരു ആപ്പ് നിന്നാണ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ആ ഒരു ലിങ്ക് പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. പറ്റുകയാണെങ്കിലല്ല, മര്യാദക്ക് ഡൗൺലോഡ് ചെയ്തോളി പ്ലീസ്. ഒരു ഫുട്ബോൾ ഫാൻ എന്നുള്ള രീതിയിൽ ഇങ്ങക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്, അല്ലാതെ കണ്ണി കണ്ട ഗെയിമിങ്ങും ബെറ്റിംഗ് ആപ്ലിക്കേഷനും ഒന്നല്ല. ലൂണ ആൻഡ് വിബിൻ ഇവരൊക്കെ സ്റ്റാർട്ടിംഗ് 11 വരുമ്പോൾ ടീമിന്റെ പെർഫോമൻസ് കുറെ മാറുമെന്ന് എക്സ്പെക്ട് ചെയ്യണൊക്കെ ഉണ്ട്. പക്ഷേ ഒപ്പണൻസിന്റെ ലെവൽ മാറുമ്പോൾ ലൂണ ആൻഡ് വിബിൻ ഉണ്ട് എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും സ്ക്വാഡിന്റെ കാര്യത്തിൽ വരാൻ പോണില്ല. ഇനിയുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. ഇതിന്റെ പേരിൽ കരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ശീലായിക്കണോ? ഓക്കെ, എല്ലാവർക്കും ശീലായിട്ടുണ്ട്.
നെക്സ്റ്റ് അപ്പ് മെസ്സിസ് MLS റിട്ടേൺ. ആള് ഇന്റർ മിയാമിക്കൊപ്പം കളിച്ചിട്ട് 2-2.5 മാസമായി എന്ന് തോന്നുന്നു. ഇഞ്ചുറീസ് അതുപോലെ കോപ്പ അമേരിക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഹി റിട്ടേൺഡ് ആൻഡ് ഗൈസ് 2 goals and 1 assist. ടീമിനെ 3-1 ജയിപ്പിച്ചു. ആൻഡ് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സുവാരസ്, മെസ്സി ആൻഡ് ആൽബ, ആ ഒരു ലിങ്കപ്പ് സ്റ്റിൽ ക്രേസി. കാണുമ്പോൾ ഒരു മെനുള്ള സംഭവം. ആൻഡ് മെസ്സിയുടെ 2 ഗോളിലും ആ ഒരു ലിങ്കപ്പ് ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ, അല്ലാതെ ഞാൻ മാച്ച് കണ്ടിട്ടൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ഹൈലൈറ്റ്സ് കണ്ടിട്ട് പറയാണ്. അടുത്തത് ദ ബെസ്റ്റ് ലീഗ് ഇൻ ദ വേൾഡ്, പ്രീമിയർ ലീഗിൽ മാൻ സിറ്റി 4 out of 4 wins ആൻഡ് എർലിംഗ് ഹാലൻഡ് ഓൾറെഡി 9 ഗോളുകൾ ഗൈസ്, 9 ഗോളുകൾ. 2ാം സ്ഥാനത്തുള്ള ആകെ 3 ഗോളേ ഉള്ളൂ. ഈ ചെങ്ങായി പറയിപ്പിക്കും എല്ലാരെ കൊണ്ടും. ഇനി നമുക്ക് ദ വേഴ്സ്റ്റ് ലീഗ് ഇൻ ദ വേൾഡ്, സൗദി പ്രോ ലീഗിനെ കുറിച്ച് സംസാരിക്കുക. അൽ നാസർ അൽ അഹ്ലിക്കെതിരെ 1-1 ഡ്രോ ആയി. ഈ സീസൺ ഓൾറെഡി അവരുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അൽ ഹിലാൽ തോൽക്കാൻ പോണില്ല, 1 പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ പോണില്ല. അവരുടെ ലാസ്റ്റ് മാച്ച് ജയിച്ചിട്ടുണ്ട്. മിത്രോവിച്ച് 2 ഗോൾ എന്തോ അടിച്ചു. ബെൻസിമ കഴിഞ്ഞ ദിവസം ഹാട്രിക് അടിച്ചു. അൽ ഇത്തിയാദ് 7 ഗോളിനൊക്കെയാണ് ജയിച്ചിട്ടുള്ളത്. അൽ നാസർ ഇറ്റ്സ് ഓവർ. CR7 ഇറ്റ്സ് ഓവർ. അതുപോലെ തന്നെ CR7 വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ട് ആള് AFC ചാമ്പ്യൻസ് ലീഗിലെ മാച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ടീമിനോടൊപ്പം ഇറാഖിലേക്ക് പോയിട്ടില്ല. ഇറാഖി ക്ലബ് അൽ ഷോർട്ടയാണ് അൽ നാസറിന്റെ ഒപ്പണൻസ് ആയിട്ടുള്ളത്. AFC ചാമ്പ്യൻസ് ലീഗ് എലീറ്റ് ന്യൂ ടൂർണമെന്റ് ആണ്. ആൻഡ് അൽ നാസർ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇനിയും കുറെ സംഭവങ്ങൾ ഫുട്ബോൾ വേൾഡിൽ നടന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ പറയാനൊന്നും എനിക്കിപ്പോൾ വയ്യ. ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.